ഒരു തവണ മാത്രം കാണാൻ പറ്റുന്ന തീർത്തും ഫാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു പടം കണ്ടിട്ട് വരികയാണ്. ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കണ്ടിട്ട് വരും. നമുക്ക് എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു കഥ, തീർത്തും ഫാൻസുകാർക്ക് തിയേറ്ററിൽ പോയിട്ട് കൈയടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നിർമ്മാണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കഥയില്ല സത്യത്തിൽ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണ്ണക്കടത്തിലേക്ക് നായകൻ എത്തിപ്പെടുന്ന കുറച്ച് സംഭവ വികാസങ്ങളുമായിട്ടൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ഒഴുക്ക്. എന്നാൽ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒന്നുകൂടെയൊക്കെ ഒരു രസമായിട്ട്, ഒരു എൻഗേജിങ് ആയിട്ട് ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട്. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഉണ്ടാവില്ല, അവസാനത്തെ ഒരു 15 മിനിറ്റ് ആയിരിക്കും തിയേറ്ററിൽ എത്തുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകരൊക്കെ ഹരം കൊള്ളിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭയങ്കര സംഭവമായിട്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്കറിയാം അടുത്തത് ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ അടുത്ത കഥാപാത്രം ഇനി പോയി കാണുന്നത് എന്തായിരിക്കും. കുറേ കഥാപാത്രങ്ങളൊക്കെ അനാവശ്യമായിട്ട് ചിത്രത്തിൽ വന്നു പോയോ എന്നുള്ളൊരു സംശയമൊക്കെ ചിലപ്പോൾ സിനിമ കാണുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അക്ഷരങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്, അതൊരു പോസിറ്റീവായിട്ട് പറയാം. പക്ഷേ നല്ലൊരു കഥ കൂടി ഉണ്ടെങ്കിൽ ചിത്രം ഒന്നുകൂടെ ഗംഭീരമായിരുന്നു. അല്ലെങ്കിൽ ഓണത്തിന് ഒന്നും കൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ഫാമിലികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ചിത്രത്തിൽ 2 ക്യാമിയോ എത്തുന്നുണ്ട്. സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഒരു ക്യാമിയോ ആൾറെഡി എല്ലാവർക്കും അറിയാം, മോഹൻലാലാണ്, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് എത്തുന്നത് എന്നുള്ളതൊക്കെ ആദ്യം മുതൽ തന്നെ എല്ലാവർക്കും അറിയാം. മറ്റേ ക്യാമിയോ ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണാം. 2 അല്ല കേട്ടോ, 3 ക്യാമിയോകൾ വരുന്നുണ്ട്. അത് ചിത്രം തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.